ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വാക്കാണ് ജെൻ സി എന്ന് പറയുന്നത്. ജെൻ സി തലമുറയുടെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ളൊരു ചോദ്യം വളരെ വലിയൊരു ചോദ്യമാണ്. കാരണം ഈ തലമുറ, ജെൻ സി എന്ന് പറയുന്ന തലമുറയെ പല ആൾക്കാർക്കും സ്വാധീനിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയക്കാർ അവരെ അവരുടെ ലാക്കിനായി ഉപയോഗിക്കുന്നു. ഇപ്പോ നമ്മുടെ സമൂഹത്തിലെ പല ക്ഷുദ്ര ശക്തികളുമുണ്ട്. അവർ അവരുടെ ഒരു ഉപയോഗത്തിനായി ജെൻ സിയെ വഴിതെറ്റിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഈ സാധാരണ ആൾക്കാരുടെ ഉള്ളിൽ ഈ ജെൻസിയുടെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ള ചോദ്യമുണ്ട്. നമ്മൾ ഇന്ത്യയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാലും വാങ്ചുക്കിന്റെ നേതൃത്വത്തിൽ ജെൻസിയെ തെരുവിലിറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ലോകമെമ്പാടും നോക്കിക്കഴിഞ്ഞാൽ ജെൻസി കലാപങ്ങളൊക്കെ വലിയ രീതിയിലൊക്കെ നടക്കുന്ന ഒരു വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ ആശ്വാസകരമായിട്ടുള്ള സർവേ റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത്. ഈ സർവേ റിപ്പോർട്ടുകൾ പ്രകാരം ഈ ജെൻസി എന്ന് പറയുന്ന ആ ഒരു പുതിയ തലമുറ അവർ വഴിതെറ്റിപ്പോകുന്നു എന്ന് പറയുന്നവരുടെ വാദങ്ങളെ ഖണ്ഡിക്കാൻ പറ്റുന്ന ഒരു സർവേയാണ്. അങ്ങനെയല്ല കാര്യങ്ങൾ പോകുന്നത്. ജെൻസി എന്ന് പറയുന്നത് നമ്മളെക്കാട്ടിലും വളരെയധികം ഗംഭീരമായിട്ടാണ് മുന്നേക്ക് വരുന്നതെന്നും, ഈ ജെൻസി ഒരു പേരിൽ മാത്രമേ ജെൻസി എന്നുള്ളൂ. അവര് ഇപ്പൊ ഒരു മ്യൂസിക് എടുത്തു കഴിഞ്ഞാലും വിന്റേജ് മ്യൂസിക് ആണ് അവർ കേൾക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്. വിന്റേജ് മ്യൂസിക് എന്ന് പറയുമ്പോൾ അമേരിക്കയിൽ തന്നെയുള്ള റിപ്പോർട്ടുകൾ പ്രകാരം വീനയിൽ സെയിൽസ് ആണ്, വീനയിൽ റെക്കോർഡ്സിന്റെ സെയിൽസ് ആണ് ഇപ്പോൾ ജെൻസി കുട്ടികൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്, വിറ്റുപോകുന്നത്. പിന്നെ ഈ പോപ്പ് മ്യൂസിക് ആണെങ്കിൽ തന്നെയും അവർക്ക് ഏറ്റവും കൂടുതൽ കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇപ്പോഴുള്ള തലമുറയിലെ മ്യൂസിക് അല്ല, ഇലക്ട്രോണിക് മ്യൂസിക് ഒന്നും അല്ല. അവർ കൃത്യമായിട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് കാർപ്പന്റേഴ്സ്, റോളിംഗ് സ്റ്റോൺസ്, ബീറ്റിൽസ്, എൽവിസ് പ്രസ്ലി, ക്വീൻ, മൈക്കിൾ ജാക്സൺ, അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെയാണ് അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ഇത് അവരുടെ കാര്യം. പിന്നെ നമ്മുടെ നാട്ടിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ജെൻസി എന്ന് പറയുന്നത് നമ്മളെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഈ ജെൻസി ഭക്തിയുടെ മാർഗത്തിലേക്ക് സഞ്ചരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതിപ്പോ ഭജൻസ് ആയിരുന്നാലും ശരി തന്നെയാണ്, ഇപ്പോ ആചാര അനുഷ്ഠാനങ്ങളായിരുന്നാലും ശരി തന്നെയാണ്. അവർ ശരീരത്തിൽ ധരിക്കുന്ന ഒരു വസ്ത്രത്തിന്റെ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാലും അവർക്ക് താല്പര്യം എന്ന് പറയുന്നത് കൂടുതലും ഇത്തരത്തിലുള്ള വസ്ത്രങ്ങളോടാണ്. എന്ന് പറഞ്ഞാൽ ആധ്യാത്മിക, അതൊരു ഫാഷനായി മാറുകയാണ്. ഇപ്പോ സന്യാസിമാര് ധരിക്കുന്നതാണ് കാവ്യ വസ്ത്രമെങ്കിൽ ഇപ്പോൾ ഒരു ഷർട്ടിൽ ഓമെന്ന് എഴുതിയ വസ്ത്രം ധരിക്കുന്നത് ജെൻസിക്ക് വളരെയധികം പ്രിയങ്കരമായി മാറുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ഇപ്പൊ നമ്മുടെ ഈ കേരളത്തിലൊക്കെ കുംഭമേള നടന്നല്ലോ. കേരളത്തിൽ കുംഭമേള നടന്നപ്പോൾ പല മാധ്യമങ്ങളുടെയും തലക്കെട്ട് ഞാൻ കണ്ടത് അവരിത് കേരളത്തിലും എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ വലിയൊരു കൾച്ചറൽ ഷിഫ്റ്റ് ഇവിടെ വരാൻ പോകുന്ന ഭയപ്പെടുന്ന ആൾക്കാരുമുണ്ട്. കാരണം ജെൻസി ഇവർ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് വരുന്നില്ല, അവർ മാറിപ്പോവുകയാണ് എന്നാണ്. അപ്പൊ പണ്ടും ഞാൻ വളരെയധികം ഭയപ്പെട്ടിരുന്ന ഒരു കാര്യമുണ്ട്. എന്താ അറിയോ, ഇപ്പോൾ കോൺഗ്രസിന്റെ കാലത്തെ ഈ അഴിമതികളും കാര്യങ്ങളൊക്കെ കണ്ട് വളർന്ന ആൾക്കാരാണ് ഞാൻ. അപ്പൊ എനിക്കറിയാം ഈ കോൺഗ്രസിന്റെ കാലത്ത് ഈ രാജ്യം എങ്ങനെയാണ് ഊടുപാടും മുടിഞ്ഞു കിടന്നിരുന്നതെന്ന്. 2014 ആയപ്പോൾ നരേന്ദ്രമോദി വന്നു. നരേന്ദ്രമോദി വന്നപ്പോഴാണ് ഈ രാജ്യത്തിന് ഒന്ന് ശ്വാസം വെച്ചത്. അപ്പൊ എന്റെ വലിയ ഡൗട്ട് എന്ന് പറയുന്നത് 2014 മുതൽ അദ്ദേഹം ഒരു 15 വർഷം ഭരിച്ചു കഴിഞ്ഞാൽ മോദിയുടെ ഭരണം മാത്രം കണ്ട് വളരുന്ന ഒരു ജെൻസി തലമുറ ഉണ്ടായിരിക്കുമല്ലോ. അവർക്ക് കോൺഗ്രസ് എന്താണ് ചെയ്തതെന്ന് അറിയില്ല. അപ്പോ മോദി ഒരു 15 വർഷം ഭരിച്ചു കഴിയുമ്പോൾ ഇവർക്ക് ആ ഭരണം ഒരു മോശമായിട്ട് തോന്നും. എന്ന് പറഞ്ഞാൽ എന്താണ് ഇങ്ങനെ ഭരിച്ചുകൊണ്ടേയിരിക്കുന്നത്, വേറെ ആർക്കെങ്കിലും ചാൻസ് കൊടുത്താലോ എന്നുള്ളൊരു തോന്നൽ ഇവർക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമുക്കുള്ള ഒരു ഇത്. കാരണം ആ ഭരണത്തോടും അല്ലെങ്കിൽ ഈ ഒരു കൾച്ചറിനോടും നമ്മൾ സ്നേഹിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ അവർ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ള സർവേ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എങ്ങനെ കാണുന്നു ഈ ഒരു വിഷയത്തെ? വലിയ സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മുടെ നാട്ടിലെ അടക്കം, നമ്മുടെ വീടുകളിലും നമ്മുടെ നാട്ടിലും എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്. പുതിയ തലമുറ വഴിതെറ്റുകയാണ്. അവർ മയക്കുമരുന്നിന്റെയും ഒപ്പം തന്നെ മറ്റ് രീതികളിലേക്കും പോകുന്നു. നമ്മുടെ സംസ്കാരം ഒന്നും ഇനി തിരിച്ചു വരില്ല, ഇല്ലെങ്കിൽ എന്ന് നമ്മുടെ നാട്ടുകാർ മാത്രമല്ല, നമ്മുടെ രാജ്യക്കാർ മാത്രമല്ല, ലോകത്തെമ്പാടും ഈ വിലാപം ഉയർന്നു വരുന്നുണ്ട്. കാരണം ഒന്നും അവർ നമ്മളിൽ നിന്ന് വേറൊരു അന്യഗ്രഹ ജീവികളെ പോലെയാണ് നമ്മുടെ പുതിയ തലമുറ മുമ്പോട്ട് പോകുന്നതെന്നൊരു ചിന്ത വന്നിരിക്കുന്നു. ഒപ്പം തന്നെ അവരെ വഴിതെറ്റിക്കുന്ന, ധനുഷ് പറഞ്ഞതുപോലെ, ഈ കലാപം മാത്രമല്ല, ഡ്രഗ് മാഫിയ ഇവരെ വഴിതെറ്റിക്കുന്നു. ഇല്ലെങ്കിൽ മറ്റ് മാഫിയകൾ, അല്ലെങ്കിൽ മറ്റ് ഗ്രൂപ്പുകൾ. ഇപ്പൊ വിവിധ മതങ്ങളുണ്ട് നമ്മുടെ രാജ്യത്ത്, ഹിന്ദുവും ഇസ്ലാമും ക്രിസ്ത്യനും. അതിൽ തന്നെ വിവിധ അതിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള ആരാധനാക്രമങ്ങൾ, ഇപ്പൊ സാത്താൻ സേവ പോലെയുള്ള, ഇല്ലെങ്കിൽ ദുഷ്ടാത്മാക്കളെ സേവിക്കുന്ന, ഇല്ലെ ഭജിക്കുന്നത് പോലെയുള്ള അങ്ങനത്തെ ഒരു രീതിയിലേക്ക് കുട്ടികളെ മാറ്റുന്നു. കുട്ടികളൊക്കെ ഈ തലയോട്ടിയുടെയും ഇല്ലെങ്കിൽ അതിനൊക്കെയുള്ള ഡേഞ്ചർ ആയിട്ടുള്ള ഗെയിമുകൾ കളിക്കുന്നു. അതിനനുസരിച്ചുള്ള വസ്ത്രധാരണം നടത്തുന്നു. വസ്ത്രധാരണത്തിൽ പിന്നെ ഈ എല്ലാ കാര്യത്തിലും. അപ്പം നമ്മൾ പറഞ്ഞിരുന്നൊരു കാര്യം,
നമ്മുടെ തലമുറ അല്ലല്ലോ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ആ പുതിയ തലമുറ ഇങ്ങനെ ആയിരിക്കാം, നമ്മൾ അതിനകത്ത് അവരെ ഉപദേശിക്കാൻ പോകേണ്ട കാര്യമില്ല എന്നൊക്കെ പലരും പറഞ്ഞെങ്കിൽ ഇപ്പോൾ നമ്മുടെ പഴയ കാലത്തിലേക്ക്, അതായത് നമ്മളുടെ എന്തായിരുന്നോ പഴയ കാലഘട്ടം, ആ കാലഘട്ടത്തിലേക്ക് ജെൻസി ലോകത്തെമ്പാടും മാറുന്നു എന്നുള്ളൊരു വലിയ വാർത്തയാണ് വരുന്നത്. ഒപ്പം ഒരു നിരാശാജനകമായ ഒരു വാർത്ത കൂടെ വരുന്നുണ്ട്. US ആസ്ഥാനമായിട്ടുള്ള ന്യൂറോ സയന്റിസ്റ്റുകളുടെ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. അവർ പറയുന്നത് ജെൻസികൾക്ക് ബുദ്ധി കുറവാണ് എന്നുകൂടി അവരതിൽ പറയുന്നുണ്ട്. അതിൽ അക്കമിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നത് അത് ഏറെക്കുറെയൊക്കെ ശരിയാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. നമുക്ക് അതിലേക്ക് വരാം. അതിനു മുമ്പ് ഈ ലോകത്ത് എന്താണ് നടന്നതെന്ന് നമുക്ക് നോക്കാം. പ്യൂർ റിസർച്ച് ഫൗണ്ടേഷൻ ആണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. അവർ പറയുന്നത് അവർ കുറെ അധികം ഡേറ്റ കളക്ട് ചെയ്ത് അമേരിക്കയിലടക്കം ഈ വിനയൽ റെക്കോർഡ് പ്ലെയർ, നമുക്കറിയാം നമ്മുടെ നാട്ടിൻപുറങ്ങൾക്ക് മുമ്പ് ഈ ഗ്രാമഫോണുകൾ ഉണ്ടായിരുന്നു. ഈ ഗ്രാമഫോണുകളിൽ ഈ വിനയൽ റെക്കോർഡ് പ്ലെയർ ഉണ്ട്, ഈ വട്ടത്തിൽ ഇരിക്കുന്ന ഒരു കറുത്ത റെക്കോർഡ് പ്ലെയർ. അതിട്ട് പാട്ട് കേട്ടുകൊണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു നമുക്ക്. പിന്നീട് അതിന്റെ സ്ഥാനത്തേക്ക് ടേപ്പ് റെക്കോർഡർ വന്നു, CD വന്നു, USB വന്നു. ഇപ്പം മൊബൈലിൽ തന്നെ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പൊ അങ്ങനെ മൊബൈലിൽ തന്നെ മുഴുകിയിരിക്കുന്ന ആളുകൾ, പുതിയ തരം പാട്ടുകൾ, പുതിയ തരം സംഗീതം വരാൻ തുടങ്ങി. ഇതെല്ലാം ഒരുപക്ഷെ ചിലതൊക്കെ നമുക്ക് അരോചകമാണെങ്കിലും ജെൻസികൾക്ക് ആനന്ദകരമായിരുന്നു. പക്ഷെ അതിനെല്ലാം പാടെ മാറ്റി മറിച്ചുകൊണ്ട് 2025 നടന്ന ഈ സർവേ, 2025 ഡിസംബർ മാസത്തിൽ നടന്ന സർവേ, CNN ആണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. അതിനകത്ത് അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ റെക്കോർഡ് പ്ലെയർ വലിയ രീതിയിൽ തന്നെ തിരിച്ചു വരുന്നു. അതിപ്പോൾ ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് 25 വയസ്സിന് താഴെയുള്ള യുവതി യുവാക്കളാണ്. അപ്പോൾ അവർ പഴമയിലേക്ക് മടങ്ങുന്നു. ഒപ്പം തന്നെ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം കൂടെ അതിൽ അവർ പറയുന്നുണ്ട്. ഒന്ന്, ഈ പുതിയ തലമുറ ഓഫ്ലൈനിലേക്ക് പോകുന്നു. അതായത് ഓൺലൈനിൽ മാത്രം ജീവിച്ചിരിക്കുന്നവരായിരുന്നു 63% യുവാക്കൾ, യൂത്ത്, ജെൻസി. അവരിപ്പോൾ ഓഫ്ലൈനിലേക്ക്, അതായത് മൊബൈൽ നോക്കുന്നില്ല അവർ. അതായത് മുമ്പ് ഈ ആഹാര സാധനങ്ങളും മറ്റേ ഡ്രസ്സുകളും മറ്റും ഓൺലൈനിൽ വാങ്ങിയിരുന്നെങ്കിൽ ഇപ്പോഴത് ഓഫ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അത് വേണ്ട എന്ന് വെച്ചിട്ട് തൊട്ടടുത്ത കടയിൽ നിന്നാണ് ഈ ആഹാരം വാങ്ങേണ്ടതെങ്കിൽ അവരവിടെ വാഹനത്തിലോ നടന്നോ പോയി ആഹാരം വാങ്ങുന്നു. ഒപ്പം തന്നെ പ്രണയം പോലെയുള്ള കാര്യങ്ങൾ, ഈ സാധാരണ പ്രണയവും മറ്റുമൊക്കെ ഈ വാട്സപ്പ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്താണോ ആപ്പ്, അതുവഴിയായിരുന്നെങ്കിൽ ഇനി അത് വേണ്ട, നേർക്കുനേർ കണ്ടു പ്രണയിക്കാം എന്നുള്ള പഴയ കാലഘട്ടത്തിന്റെ രീതിയിലേക്ക് മാറുന്നു. ഒപ്പം തന്നെ ഈ എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ ആശ്വാസത്തിന് വേണ്ടിയിട്ട്, റിഫ്രഷ്മെന്റിന് വേണ്ടിയിട്ട് അവർ തിരഞ്ഞെടുക്കുന്നത് ഇതുപോലെയുള്ള ചെകിടടിപ്പിക്കുന്ന സംഗീതങ്ങളോ ഇല്ലെങ്കിൽ അത് കണക്കുള്ള നഗരങ്ങളെയോ ഹാളുകളെയോ അല്ല. പകരം ഈ ധനുഷ് നേരത്തെ പറഞ്ഞത് കണക്ക് തന്നെ ഭജൻസ് പോലെയുള്ള ഇല്ലെങ്കിൽ ഡിവോഷണൽ ആയിട്ടുള്ള ഇടങ്ങളാണ്. അതായത് ഈ നമ്മുടെ തന്നെ പുണ്യ കേന്ദ്രങ്ങളാണ്. അതിനകത്ത് അതിലൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ഈ ഉത്തരാഖണ്ഡിൽ ഒരു ഹനുമാൻ ആശ്രമമുണ്ട്. അവിടെ മുമ്പ് നമ്മുടെ ബിൽഗേറ്റ്സ് വന്നിരുന്ന ഹനുമാൻ ഇതാണ്. അദ്ദേഹം അവിടെ വന്നിരുന്ന അദ്ദേഹം ഒരു ഓർമ്മക്കുറിപ്പിട്ട്, ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് ഉണ്ടായത് എന്ന് പറയുകയുണ്ടായി. പിന്നീട് പലരും പാഞ്ചിതം. അപ്പൊ അവിടെ പിന്നീട് പല സമ്പന്നരും അവിടെ എത്തി. ആപ്പിളിന്റെ പേര് പോലും അങ്ങനെയാണ് ഉണ്ടായത് എന്നൊക്കെയാണ് അത് പറയുന്നത്. അവിടെ ഇപ്പോഴത്തെ പുതിയ റെക്കോർഡ് അനുസരിച്ചിട്ട് അവിടെ ചെറിയൊരു ആശ്രമമാണ്, അവിടെ സീറ്റില്ല. അതായത് ഇത്ര ദിവസമേ അവിടെ നിർത്തുകയുള്ളൂ. അത് മുഴുവൻ യൂറോപ്യൻസ് ആണ് കൈയടക്കിയിരിക്കുന്നത്. അവർ ബുക്കിംഗ് ആണ്, കണ്ടിന്യൂസ് ബുക്കിംഗ് ആണ്. ഒപ്പം തന്നെ മുമ്പ് നമുക്കറിയാം ശ്രീ നരേന്ദ്രമോദി പോയിരുന്ന ഗുഹ ഇന്ന് 3500 രൂപയാണ് അവിടെ ഒരു ദിവസത്തേക്ക്. അതും നമുക്ക് മാസങ്ങളോളം കാത്തിരിക്കേണ്ടി വരും, അത് നമുക്കൊന്ന് കിട്ടണമെങ്കിൽ തന്നെ. അപ്പം ഇങ്ങനെയുള്ള ഇടങ്ങളിലേക്ക് കൂടുതൽ യൂത്തുകൾ കടന്നു വരുന്നു. ഒപ്പം തന്നെ യൂത്തുകളുടെ വസ്ത്രധാരണ രീതികൾക്ക് വ്യത്യാസം വരുന്നു. മുമ്പ് അപ്പി ഹിപ്പി എന്ന് പറഞ്ഞ ഒരു ലൈനായിരുന്നു മുമ്പ് ഈ യൂത്തുകളുടേതെങ്കിൽ ഇപ്പോഴത് മാറിയിരിക്കുന്നു. ഇപ്പോഴവർ മുടി നീട്ടി വളർത്തുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണെങ്കിലും ആ മുടി നീട്ടി വളർത്തുന്നതിൽ തന്നെ അവർ ഒരു ശൈവാംശം കണ്ടുകൊണ്ട് വളർത്തുന്ന ഒരുപാട് പേരുണ്ട്. ശൈവ വൈഷ്ണവ സ്വാധീനത്തിൽ, അതായത് കൃഷ്ണന്റെയും ശിവന്റെയും ഒക്കെ ഒരു രീതി. അതുപോലെ തന്നെ കയ്യിലൊക്കെ പച്ച കുത്തുക, അത് ടാറ്റു കുത്തുന്നതുമൊക്കെ ഇപ്പോ ശൂലം, ഡംബരു തുടങ്ങിയ ഹൈന്ദവ സിമ്പിൾസ് ആണ് അവർ അത് ചെയ്യുന്നത്. ഒപ്പം തന്നെ ഇവരുടെ ധരിക്കുന്നത് എത്രത്തോളം വിശ്വാസ്യത ഉണ്ടെന്ന് എനിക്കറിയില്ല. കാരണം ഈ ഓൺലൈനൊക്കെ വന്നുകൊണ്ട് ഇപ്പൊ വഴി കാണുന്നതും കല്ലിനെ വരെ ഇപ്പോൾ ആഭരണങ്ങളാക്കി മാറ്റുക, അല്ലെങ്കിൽ അത് ധരിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നത്. ശരിക്കും ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് സകല ചരാചരങ്ങളെയും ബഹുമാനിക്കേണ്ടതും ആരാധിക്കേണ്ടതുമാണ്. അങ്ങനെ നോക്കുമ്പോൾ അത് ശരിയാണ്. അതല്ലാതെ ഇതൊക്കെ വാങ്ങിയിട്ട് എന്താണ് റിസൾട്ട് എന്നറിയില്ല. പക്ഷെ പലരുടെയും കൈകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് അനവധി ചരടുകളും ഒപ്പം തന്നെ ഇതുപോലെയുള്ള മുമ്പൊക്കെ രുദ്രാക്ഷമായിരുന്നു. ഇപ്പൊ രുദ്രാക്ഷത്തിന്റെ സ്ഥാനത്ത് മറ്റെന്തൊക്കെയോ സ്റ്റോണുകളും മറ്റുമൊക്കെയാണ്. ഇപ്പൊ നമ്മൾ ചോദിക്കും ഇത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ അതിനെക്കുറിച്ച് അവർ പറഞ്ഞു തരാൻ അവർ റെഡിയാണ്, ഇന്നതിനൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ എന്നുള്ളത്. ഒപ്പം തന്നെ ഇവരുടെ ഡ്രസ്സുകളിലൊക്കെ ഈ പ്രത്യേകിച്ച് ഞാനിപ്പോ കണ്ടിരിക്കുന്ന ഏറ്റവും മനോഹരം, മുമ്പ് കൃഷ്ണനായിരുന്നു ഈ ഡ്രസ്സുകളുടെ ഒക്കെ ഒരു ഡിസൈനിങ്ങിൽ ഒരു പതിഞ്ഞിരിക്കുന്നെങ്കിൽ ഇപ്പോഴത് കാളി, ശിവൻ,
ഹനുമാൻ അതെ, അതെ. തുടങ്ങിയ മേഖലകളിലേക്ക്, ഗണപതി മേഖലകളിലേക്ക് അത് കടന്നിരിക്കുന്നു. അത് മാത്രമല്ല, ജൻസികൾ ഇപ്പോൾ ഒരുപാട് അവരുടെ ഒരു റിലാക്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മനഃശാന്തിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന പ്രദേശം ബാറുകളോ പബ്ബുകളോ അല്ല, പകരം ക്ഷേത്രങ്ങളാണ്. ഇന്ന് നമ്മുടെയൊക്കെ ക്ഷേത്രം, നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ക്ഷേത്രത്തിൽ മുൻപ് നമ്മൾ കാണാതിരുന്നിരുന്ന ഒരു വിഭാഗമാണ് ഈ ജൻസികൾ. അപ്പം അതെ. ഇന്നിപ്പോ ജൻസികൾ കൂടുതലായിട്ട് കടന്നു വരുന്ന ഒരു കാഴ്ച നമ്മൾ കാണാൻ കഴിയും. മുമ്പൊക്കെ അമ്പലത്തിൽ പോകുന്നവരെ കിളവൻ കിളവി എന്ന് പറഞ്ഞിടത്തു നിന്ന് ഇപ്പൊ ജൻസികൾ കൂട്ടത്തോടെ എത്തുന്ന ഒരു കാഴ്ച. എത്തുന്നു എന്ന് മാത്രമല്ല, മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാൻ കഴിയും. അവരവിടെ ഇരുന്ന് ധ്യാനിക്കുന്ന ഒരുപാട് യൂത്തിനെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ അവർ മടങ്ങി വരുന്നു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ പിള്ളേർ നമ്മളിലേക്ക് തന്നെ മടങ്ങി വരികയാണ്. അവർ നഷ്ടപ്പെട്ടോ എന്ന് വിലപിച്ചവർക്ക് ഒരു വലിയ സന്തോഷ വാർത്തയാണ്. ഒപ്പം തന്നെ ഈ US-ൽ നിന്ന് റിപ്പോർട്ട് US-ൽ നിന്ന് വന്ന റിപ്പോർട്ട്, ജൻസികളിൽ ഇത്ര ശതമാനം ആൾക്കാർ, അത് വളരെ കൂടുതലാണ്, ആ ശതമാനം കണക്ക് ഞാൻ ഓർക്കാത്തത് കൊണ്ടാണ്, ഇത്ര ശതമാനം കുട്ടികൾ ഇതുവരെ മദ്യം കൈകൊണ്ട് തൊടാത്ത കുട്ടികളാണ്, അല്ലെങ്കിൽ ലഹരി മരുന്ന് പോലും ഉപയോഗിക്കാത്ത കുട്ടികളാണ് എന്നുള്ളൊരു സർവേ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതൊരു വലിയ സംഭവമായിട്ട്, ഒരു ഷിഫ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതെ, അത് എനിക്ക് തോന്നുന്നത് ഈ ഭക്തി മാർഗത്തിൽ പോകുമ്പോൾ അതിനൊരു വേറൊരു ലഹരിയാണ് ഈ ഭക്തി. ഈ ധ്യാനം, ഭക്തി എന്ന് പറയുമ്പോൾ അതൊരു ലഹരിയാണത്. ആ ലഹരിയിൽ എത്തിക്കഴിയുമ്പോൾ പിന്നെ ഈ ലഹരിക്ക് ആവശ്യമില്ലാത്തത് കൊണ്ടാകാം. ഈ കാരണം എല്ലാവർക്കും വേണ്ട ഒരു കാര്യം എന്താണ്? സ്ട്രെസ് കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതിനിതാണ് ഈ പ്രാർത്ഥനയാണ്, അല്ലെങ്കിൽ ഭജൻസ് കേൾക്കുന്നതാണ്, അല്ലെങ്കിൽ എവിടെങ്കിലും പോയി ഇരിക്കുന്നതാണ്, ധ്യാനിക്കുന്നതാണ് എങ്കിൽ അത് ഏറ്റവും നല്ല മാർഗം. ഒരു ചെലവുമില്ലാതെ ഭക്തി തന്നെ നമുക്കത് മാത്രം ചെയ്യാൻ അല്ല ചേട്ടാ, പറ്റും. ഇതിനോട് ഈ ഭക്തിയോട് കണക്ട് ചെയ്ത് പറയാൻ്റെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. വളരെയധികം ഹെൽത്ത് കോൺഷ്യസ് കൂടെയാണ് ജെൻസി എന്ന് നമുക്ക് പറയേണ്ടി വരും. ഹെൽത്ത് കോൺഷ്യസ് എന്ന് അതെ, പറയുമ്പോൾ അതെ, അവര് എന്താ അവര് ചെയ്യുന്നത്? അവര് ജിമ്മിൽ പോയിട്ട് ചുമ്മാ കട്ടയടിച്ച് കയറ്റുകയല്ല ചെയ്യുന്നത്. അവര് മെഡിറ്റേഷൻ, യോഗ, കളരി പോലെയുള്ള ഈ നമ്മുടെ തനതായിട്ടുള്ള ഇതുണ്ടല്ലോ, മാർഷൽ ആർട്സും കാര്യങ്ങളൊക്കെ, അതിലോട്ടാണ് അവർ തിരിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. പിന്നെ ഞാൻ ശ്രദ്ധിച്ച ഈ അടുത്ത് കാര്യം, ഈ സോഷ്യൽ മീഡിയ ഒക്കെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കാണുന്നത്, മുമ്പ് ഈ ലൈല മജ്നു തുടങ്ങിയ പേരുകളായിരുന്നു പ്രണയത്തിൽ കൂടുതലായി ഉപയോഗിക്കപ്പെട്ടിരുന്നത്. പക്ഷെ ഇപ്പൊ അതെ, അതെ, അതെ. ശിവപാർവതിയാണ് കൂടുതൽ. രാധാകൃഷ്ണ പോലും ഇല്ല, ശിവപാർവതിയും പാർവതി ദേവി ശിവനുമായിട്ടുള്ള പ്രണയത്തിൻ്റെതാണ് വരികൾ കോട്ട് ചെയ്യുന്നത്. ഈ റീൽസുകൾ വരുന്നത് കൂടുതലും അത്തരത്തിൽ വരികളാണ്. പക്ഷെ ഒരു ദുഃഖകരമായ വാർത്തയോട് വരുന്നുണ്ട്. അത് US-ൽ നിന്നുള്ള ഈ ന്യൂറോ സയന്റിസ്റ്റുകളുടെ ഒരു സർവേ ഫലം അനുസരിച്ച് ബുദ്ധി കുറവാണ് എന്നുള്ളത്. അതിന് കാരണമായിട്ട് പറയുന്നത്, നമ്മളൊക്കെ അറിയാം, പണ്ട് നമ്മൾ പറയും ഒരു 5 വയസ്സുള്ള ഒരു കുട്ടിയെ ഒരിക്കലും കാർട്ടൂണുകൾ കാണിക്കരുതെന്ന് പറയും. കാരണം ഈ 5 വയസ്സ് വരെയുള്ള കുട്ടിയെ കാർട്ടൂണുകൾ ഒരുപാട് സ്വാധീനിക്കും. കാർട്ടൂണിൽ കാണിക്കുന്ന ഈ കുരങ്ങനും പൂച്ചയും പട്ടിയൊക്കെ കാണിക്കുന്നത് പോലെയാണ് തനിക്കും കാണിക്കാൻ പറ്റുക എന്ന്. അതായത് ഒരു അപകടം ഉണ്ടാകുമ്പോൾ, അതായത് വീട്ടിൽ എവിടെയെങ്കിലും ഒരു തീപിടുത്തം ഉണ്ടാകുമ്പോൾ ഈ കുട്ടി ചിലപ്പോൾ മുകളിലത്തെ നിലയിൽ നിന്ന് താഴോട്ട് ചാടും. കാരണം അവൻ കണ്ടിരിക്കുന്നത് കാർട്ടൂണിനകത്തെ കഥാപാത്രങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അവർ താഴെ വരുന്നു, സേഫായിട്ട് ലാൻഡ് ചെയ്യുന്നു, പോകുന്നു എന്നൊക്കെ ആയിട്ട്. അപ്പൊ അത് കാണിക്കരുതെന്ന് നമ്മൾ പറയുമായിരുന്നു. പക്ഷേ ഈ ഓൺലൈൻ അവരുടെ ബുദ്ധിയെ ഒരുപാട് പിന്നോക്കം നയിക്കുകയാണ്. നമ്മൾ പറഞ്ഞു ഈ ഓൺലൈനുകളും സോഷ്യൽ മീഡിയയും വരുന്നത് ബുദ്ധിപരമായ വികാസം ഉണ്ടാക്കുമെന്നുള്ള അല്ല, വികാസത്തെ പിന്നോട്ടടിച്ചു എന്നുള്ളതാണ്. കാരണം പ്രാഥമികമായ വിവരങ്ങൾ പോലും അറിയില്ല. ഇത് നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് നോക്കാനുള്ളതേ ഉള്ളൂ. ഇപ്പോഴത്തെ കൊച്ചു കുട്ടികളെ നമ്മൾ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എത്ര പേർക്ക് 12ന്റെ വരെ ഗുണനപ്പട്ടിക അറിയാൻ കഴിയും, എത്ര പേർക്ക് ഹരിക്കാൻ കഴിയും, എത്ര പേർക്ക് കണക്ക് കൂട്ടാൻ അറിയാം. നമ്മൾ പറയും ഇങ്ങനെ കൂട്ടാൻ പറയും, ആ ചേട്ടൻ കൂട്ടി പറ എന്ന് പറയുന്ന ആൾക്കാർ നമ്മുടെ ഈ സ്ഥാപനത്തിൽ പോലും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഉള്ള ആളുകളാണ്. അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. അപ്പൊ എന്താ സംഭവിച്ചത്? ഒന്നുകിൽ ഇവർക്ക് ഇത് മെനക്കെടാൻ വയ്യ എന്നുള്ളതാണ്. ഇനി ഞാൻ അത്രയും ബ്രെയിൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്, അതും കൂടെ ആയിക്കഴിഞ്ഞാൽ ഓക്കെ. പക്ഷെ അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഒന്നിനെ കുറിച്ചും അവര് ക്ഷമാപൂർവ്വം പഠിപ്പിക്കുന്നില്ല എന്നുള്ളത്. നമ്മുടെ പഠനം വളരെ മോശം പഠനമാണ് എല്ലായിടത്തും നടക്കുന്നത്. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ എഞ്ചുവടി വെച്ചിട്ട് കണക്ക് പഠിപ്പിക്കുമായിരുന്നു. ആ തല്ലും കിട്ടിയിട്ടുണ്ട്. ഗുണനപ്പട്ടിയെങ്കിലും അത്യാവശ്യം പഠിപ്പിക്കുമായിരുന്നു, ഹരിക്കാൻ പഠിപ്പിക്കുമായിരുന്നു. ഇന്ന് നമ്മളൊരു കാര്യം പറഞ്ഞിട്ട് പറയാണ് അതിന്റെ 12% നിനക്കുള്ളതാണെന്ന് പറഞ്ഞാൽ ഈ 12% കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാത്തൊരു വലിയ വിഭാഗം. അത് തന്നെ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്, പക്ഷെ ഇംഗ്ലീഷിലുള്ള പല ഫോമുകളും പൂരിപ്പിക്കാൻ അറിയാൻ പറ്റാത്ത വികലമായൊരു വിദ്യാഭ്യാസ നയം കൂടി ഇതിന്റെ ഒരു പ്രാധാന്യം നൽകുന്നു. അതിന്റെ ഇടയ്ക്ക് ഈ അമിതമായ ഓൺലൈൻ സ്വാധീനം, ഈ വീഡിയോകളും മറ്റും കാണുന്നതും കാരണം അവർ വീഡിയോയിലും സോഷ്യൽ മീഡിയയിലും കാണുന്നതെന്ന് വെച്ചാൽ എക്സാഗ്രേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു കാർ പറന്നു വരുന്നു, വെള്ളത്തിൽ കൂടെ നീന്തുന്നു എന്നുള്ളതൊരു എക്സാഗ്രേഷനാണ്. അതൊരിക്കലും പ്രാക്ടിക്കൽ ആകുന്ന ഒരു കാര്യമല്ല. അപ്പൊ ഇങ്ങനെ കാണുന്നു. ഇതൊക്കെയാണ് ഇപ്പോൾ കാണുന്നത്. ഒപ്പം തന്നെ വേറൊരു വലിയ പ്രത്യേകത നമ്മൾ കണ്ടുവരുന്നുണ്ടായിരുന്നു. ചെറിയ കാര്യങ്ങൾ പോലും തകർന്നു പോകുന്ന ഒരു മനസ്സ്. അതാണ് ജെൻസിയുടെ ഏറ്റവും വലിയ വിഷയം. അതായത് അവർക്ക് നിരാശ പെട്ടെന്നാണ് പിടികൂടുന്നത്. അതായത് ഒരു കാര്യം നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ അപ്പോൾ അവർ നിരാശരാകുകയും ഒന്നുകിൽ ആത്മഹത്യയിലേക്ക് പോകും. കഴിഞ്ഞ ദിവസം 3 പെൺകുട്ടികൾ ഒരു കൊറിയൻ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ആത്മഹത്യ ചെയ്ത് നമ്മൾ കണ്ടു. നമ്മുടെ കേരളത്തിലല്ല എങ്കിൽ പോലും നമ്മൾ കണ്ടു. അപ്പം പെട്ടെന്ന് അവർ സൂയിസൈഡിലേക്ക് ചിന്തിക്കുക, ഇല്ലെങ്കിൽ കൊലപാതകത്തിലേക്ക് ചിന്തിക്കുക. എനിക്ക് ഇഷ്ടമാണെന്ന് ഒരാളുടെ പറയുന്നു, അവർക്ക് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ കൊന്നുകളയുകയാണ്.
ഇല്ലെങ്കിൽ ഈ ആൾ പോയിട്ട് ആത്മഹത്യ ചെയ്യുകയാണ്. അതായത് നോ എന്ന് കേൾക്കാൻ താല്പര്യപ്പെടാത്തൊരു സമൂഹമായി വളരുകയായിരുന്നു. പക്ഷെ ആ കുട്ടികളൊക്കെ ഇപ്പം പതുക്കെ 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 തിരിച്ചു വരുന്നു. ഇപ്പോൾ പലരും അവരെ മുമ്പ് കേട്ടിരുന്ന സിനിമാ പാട്ടിന് പകരം ഇതിനൊക്കെയുള്ള ഭജൻസ് കേൾക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും ഈ കഴിഞ്ഞ അദ്ദേഹത്തിന്റെ മൻ കി ബാത്തിൽ പറഞ്ഞത് ഭജൻസ് ക്ലബ്ബുകൾ രാജ്യം വ്യാപിക്കുകയാണ്, രാജ്യമാകെ വ്യാപിക്കുന്നു, നല്ല ഒരു കാര്യം. അതുപോലെ കുംഭമേളയായാലും ഇതിനൊക്കെയുള്ള ചെറിയ ചെറിയ ആചാരങ്ങളിലായാലും ഒക്കെ വളരെ സജീവമായി തന്നെ ആളുകൾ പങ്കെടുക്കുന്നു എന്നുള്ള ഒരു വലിയ നല്ല കാര്യം തന്നെയാണ്. ഇത് ഹിന്ദുവിൽ മാത്രമല്ല, പുറം രാജ്യങ്ങളിലൊക്കെ ഇതര മതത്തിലും ഇത്തരത്തിൽ തന്നെയുള്ള ഈ പള്ളികളും, ഈ ക്രിസ്ത്യൻ പള്ളികളും മറ്റുമൊക്കെ സജീവമായി തുടങ്ങുന്ന ചില വാർത്തകളും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. കാരണം പൂട്ടിപ്പോയിരുന്ന പള്ളികളുണ്ട് ആരും ഇല്ലാഞ്ഞിട്ട്, പക്ഷെ ആ പള്ളികളൊക്കെ വീണ്ടും സജീവമാകുന്ന വാർത്ത. ഏതായാലും ലോകം നന്മയിലേക്ക് കുതിക്കട്ടെ, നമ്മുടെ കുട്ടികൾ നമ്മളിലേക്ക് തന്നെ മടങ്ങട്ടെ എന്ന് നമുക്ക് പറയാം.